ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂർ അക്ഷയപാത എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ 3 മണി മുതൽ 10 മണി വരെയാണ് ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാം. അതുപോലെ തന്നെ രാത്രി ഇതുപോലെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിത് രാത്രി 10 മണിക്ക് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് വീഡിയോയിൽ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊരു വാട്ടർ മസാജിൻ്റെ സെക്ഷനാണ്. അപ്പോൾ വാട്ടർ മസാജിൻ്റെ സെക്ഷനിൽ 20 മിനിറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫുൾ ബോഡി വാട്ടർ മസാജാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഫിഷ് സ്പായാണ്. അവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. വേറെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എഴുന്നേറ്റ് മാറി കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങളും കുറേ നേരം ഫിഷ് സ്പാ ചെയ്തു. അപ്പോൾ നമുക്ക് കാലിനൊക്കെ നല്ല നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ മീൻ വന്ന് കുത്തുമ്പോൾ ഫസ്റ്റ് കുത്തുമ്പോൾ വലിയ സുഖമൊന്നുമില്ലായിരിക്കില്ല, പിന്നെ അത് കുഴപ്പമില്ലാണ്ട് നമുക്ക് എത്ര നേരം ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അതുള്ളത്. അപ്പോൾ ഒരു വട്ടെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഈ വാട്ടർ ബോഡി മസാജിൽ ഇവാനിയ മോൾ കയറിയില്ല കേട്ടോ. ആദ്യം കുറച്ച് നേരം മടിച്ചൊക്കെ നിന്നു. പിന്നെ എൻ്റെ മടിയിൽ ഇരുത്താമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ കയറിയത്. പിന്നെ നമുക്ക് അവിടെ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം നിറച്ച് വെള്ളമാണ്. അപ്പോൾ അത് ഫോണിലേക്കാവോ, ഫോൺ ചീത്തയാവോ എന്നുള്ള പേടി കാരണം ഫോണൊക്കെ മാറ്റി വെച്ചൊക്കെയായിരുന്നു. അറിയാമല്ലോ, സ്വിമ്മിംഗ് പൂളിലും വെള്ളം, എല്ലായിടത്തും വെള്ളമാണ്. അപ്പോൾ മാക്സിമം ഫോൺ മാറ്റി വെച്ചൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് അധികം ഭാഗം വെള്ളത്തിലൊന്നും ഷൂട്ട് ചെയ്യാത്തത്. അതുപോലെയാണ് ഇത് വിശാലമായിട്ടുള്ള സ്വിമ്മിങ്, കുഞ്ഞു പിള്ളേർക്കുള്ള കുഞ്ഞ് സ്വിമ്മിംഗ് പൂളും അവിടെയുണ്ട്. ഇത് വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ രണ്ടിലും ഇവാനിയ മോളും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവാനിയ മോളിലെയും എല്ലാവരും ഫോട്ടോസും വീഡിയോസും 1 മിനിറ്റ് എടുത്തിട്ട് ഫോണൊന്ന് മാറ്റി വയ്ക്കായിരുന്നു. ഫോൺ വെക്കാൻ തന്നെ നമുക്ക് പേടിയോ, വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് എല്ലായിടത്തേക്കും ആവുമെന്ന് കാണുമ്പോൾ നമുക്കത് പേടിയോ. അപ്പോൾ എന്തായാലും നല്ലൊരു എൻജോയ്മെൻറ്റാണ്. അതുപോലെ 3 മണി തൊട്ട് 10 മണി വരെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏറുമാടുണ്ട്, എക്സസൈസ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്, കുട്ടികളുടെ പാർക്ക് ഉണ്ട്, അതുപോലെ വാട്ടർ സ്പാ ഉണ്ട്, കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂള്, അതുപോലെ മുതിർന്നവർക്കുള്ള സ്വിമ്മിംഗ് പൂളിൽ 1 മണിക്കൂറാണ് നമുക്ക് ടൈം കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഈവനിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ ക്രിസ്മസ് അതുപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾക്ക് ഗാനമേളയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഉള്ള ഒരു 2.5 ഏക്കർ പറമ്പിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയോട് ശരിക്കും ഇണങ്ങിച്ചേർന്ന് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വൃത്തിയുള്ള ബാത്റൂമുകളുണ്ട്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതൊക്കെ വളരെ നീറ്റായിട്ടുള്ള സെക്ഷനാണ് അവിടെ ഉള്ളത്. എല്ലാ ദിവസവും അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നീന്തൽ അറിയാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് നീന്തൽ പഠിപ്പിക്കാനൊക്കെ നമുക്ക് സൗകര്യം. നീന്തലറിയാത്ത ഞാൻ വെറുതെ വെള്ളത്തിൽ കൈയും കാലും അടിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ എത്തിയത് 8 മണിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അധികം നടന്ന് കാണാനും വീഡിയോസ് എടുക്കാനും പറ്റാണ്ടിരുന്നത്. അപ്പോൾ ആകെ 10 മണി വരെ ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലും അതുപോലെ വാട്ടർ സ്പായൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തത്. കുട്ടികൾ കുറച്ച് നേരം പാർക്കിലൊക്കെ പോയി കളിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലെ വെള്ളാങ്ങല്ലൂരാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഈവനിങ്ങിന് എല്ലാവരും എൻജോയ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഫാമിലി ഒരു 5000 ഫാമിലി മെമ്പേഴ്സിലോട്ട് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഞാൻ രാത്രി 10 മണിക്ക് കുറച്ച് ഏരിയ മാത്രം ഷൂട്ട് ചെയ്യുന്നത്. അവിടെ വലിയൊരു കുളമാണ് കേട്ടോ. അവിടെ വാട്ടർ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 10 മണിയായപ്പോഴേക്കും എല്ലാം ഓഫായി. കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.